അപ്പം കുറച്ച് നാളായിട്ട് സ്ലൊവേനിയയിൽ സ്പിന്നിങ് ഇൻഡസ്ട്രിയിൽ നടക്കുന്ന സ്കാമുകളാണല്ലോ വിഷയം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആ വീഡിയോ റിയാക്ട് ചെയ്യാൻ തന്നെ കാരണം നമ്മൾ ഈ സെയിം ഇൻഡസ്ട്രിയിൽ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. സോ അവരെക്കാൾ കൂടുതൽ കുറച്ചുകൂടി ഇൻഫോർമേഷൻ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ 2 ദിവസം മുന്നേ നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് വീണ്ടും ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സെയിം പേഴ്സൺ ഇതേ സബ്ജക്റ്റ് പറഞ്ഞിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ സ്കാമിൽ ആരും പെടരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ ഏത് കമ്പനിയിലാണെന്നും ഏത് ഏജൻസി ത്രൂ ആണ് ഇങ്ങനെ ഒരു സ്കാം നടക്കുന്നതെന്നും കൂടി ഒന്ന് വെളിപ്പെടുത്തേണ്ടതാണ്. സ്ലൊവേനിയയിലേക്ക് വരാനിരിക്കുന്നവരോട് ആയിട്ടൊരു കാര്യം പറയാം. നിങ്ങൾ വരുന്നതിന് മുന്നേ നിങ്ങൾ ഏത് ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ജോലിക്ക് നമ്മൾ ആപ്റ്റ് ആണോ, നമ്മളെ കൊണ്ട് പറ്റുന്ന ജോലിയാണോ എന്നുള്ളത് നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തേണ്ടതാണ്. ബിക്കോസ് ഞാൻ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രിയിൽ ഒരു 10-60 പേര് സ്റ്റിൽ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ 10-12 പേരെയൊക്കെ ടെർമിനേഷൻ കിട്ടിയിട്ടുണ്ട്. ഈ പറയുന്ന 10-12 പേരിൽ ഒരാൾ പോലും സ്കാമിൽ പെട്ട് ടെർമിനേറ്റ് ആയതല്ല. പ്രീവിയസ് എക്സ്പീരിയൻസ് ഇല്ലാഞ്ഞിട്ടും എക്സ്പീരിയൻസ്ഡ് ആണെന്ന് കാണിച്ച് കമ്പനിയിൽ വന്നിട്ട് കമ്പനി ട്രെയിനിങ് കൊടുത്തിട്ട് പോലും ഈ ജോലിക്ക് ക്യാപ്പബിൾ അല്ല എന്ന് തോന്നിയവരോ, അതല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് മറച്ചു വെച്ച് ഇവിടെ വന്നതിന് ശേഷം വർക്ക് ചെയ്ത് തുടങ്ങിയപ്പം ഹെൽത്ത് ഇഷ്യൂസ് കാണിച്ച് ടെർമിനേറ്റഡ് ആയതോ, അൺവാണ്ടഡ് ആയിട്ട് അല്ലെങ്കിൽ കമ്പനിയെ ഇൻഫോം ചെയ്യാതെ ലീവ് എടുക്കുക, പറഞ്ഞ സമയത്തിന് തിരിച്ചു വരാതിരിക്കുക, ഇനി ഇതൊന്നും അല്ലെങ്കിലും കൂടിയും പുറത്ത് പറയാൻ പോലും കൊള്ളാത്ത കുറച്ച് ഉടായ്പ പരിപാടികൾ ഒപ്പിച്ചു വെക്കുന്ന ആൾക്കാർ, ഇവർക്കൊക്കെയാണ് ഇവിടുന്ന് ടെർമിനേഷൻ കിട്ടിപ്പോയത്. പിന്നെ കമന്റിൽ പറഞ്ഞ പോലെ പ്രൊബേഷൻ പീരീഡിൽ സ്പീഡിൽ വർക്ക് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം, കമ്പനി നിങ്ങളോട് സ്പീഡിൽ വർക്ക് ചെയ്യാൻ പറയുന്നുണ്ട് എങ്കിൽ ആ സമയത്ത് നമ്മൾ ആ ജോലിക്ക് എത്ര എഫിഷ്യൻ്റ് ആണെന്ന് അറിയാനും, അതുപോലെ നമ്മൾ സ്പീഡിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ സേഫ്റ്റി മെഷേഴ്സ് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്നറിയാനും ഒക്കെ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങളൊരു ആംബുലൻസ് ഡ്രൈവർ ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ നല്ലപോലെ ആംബുലൻസ് ഓടിക്കുന്ന ഒരാളാണ്. പക്ഷേ നിങ്ങൾ സ്പീഡിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആക്സിഡൻറ്റ് ഉണ്ടാക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ജോലിക്ക് ക്യാപ്പബിൾ അല്ലല്ലോ. അതുപോലെ തന്നെയാണ് ഇൻഡസ്ട്രികളും. ഓരോ ഇൻഡസ്ട്രിക്കും അവരുടേതായിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ ഉണ്ടാവും. അപ്പോൾ അത് കീപ്പ് ചെയ്തിട്ടാണ് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ 15 ലക്ഷം കൊടുത്തിട്ട് ഈ ജോലിക്ക് വരുന്നത് വേർത്ത് ഇറ്റ് ആണ് എന്ന് ഞാൻ പറഞ്ഞു എന്നുള്ള രീതിക്ക് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല പറഞ്ഞിരിക്കുന്നത്. ദയവ് ചെയ്ത് കാര്യങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് പറയാതിരിക്കുക. നമ്മൾ പറഞ്ഞ കാര്യം 15 ലക്ഷം കൊടുത്തിട്ടാണെങ്കിലും ഒരു ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ ആളുകൾ വരാൻ റെഡിയാണ്. ബിക്കോസ് നാട്ടിലെ അവസ്ഥ അങ്ങനെയാണ്. അല്ലാതെ 15 ലക്ഷം കൊടുക്കുന്നത് വേർത്ത് ഇറ്റ് ആണ് എന്നതല്ല. ഇപ്പോൾ സ്ലൊവേനിയയിൽ നാട്ടിൽ 1 ലക്ഷം കൊടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ് ഇവിടെ വലിയൊരു എമൗണ്ടിന് ചെയ്യുന്ന സ്റ്റുഡൻസിനെ നമുക്കറിയാം. അപ്പോൾ അത് വേർത്ത് ആയതുകൊണ്ടാണോ നിങ്ങളിവിടെ വന്നത് ചെയ്യുന്നത്? അല്ലല്ലോ. എല്ലാവർക്കും ഓരോ പ്ലാൻ ഉണ്ട്. ബെറ്റർ ഫ്യൂച്ചർ ആവാം, ബെറ്റർ ലൈഫ് സ്റ്റൈൽ ആവാം, മണി ആയിരിക്കാം, ബെറ്റർ ജോബ് ആയിരിക്കാം. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പീപ്പിൾ. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ നിങ്ങൾ 1 ലക്ഷം കൊടുത്തിട്ടായാലും 50 ലക്ഷം കൊടുത്തിട്ടായാലും ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത് വേർത്ത് ഇറ്റ് അല്ല. ഒരു പെർട്ടിക്കുലർ ടൈം വരെ ആ മണി ഏൺ ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യണം. സോ അത് നഷ്ടമാണല്ലോ. സോ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. കൂടുതൽ കാര്യങ്ങളൊന്നും മാനിപ്പുലേറ്റ് ചെയ്യപ്പെടാതിരിക്കട്ടെ, സ്കാമിലൊന്നും ആരും പെടാതിരിക്കട്ടെ.